ആ വാണി വില്ലിൽ എന്താ എഴുതിയിട്ടുള്ളതെന്ന് ആരും പറയുന്നില്ല. വില്ലിൽ എന്താണ് എഴുതിയതെന്ന് മനസ്സിലാക്കാതെയാണ് ഇത്ര സംസാരിക്കുന്നത് നീ. അപ്പൊ അതിന്റെ മുഴുവൻ രൂപം അറിയുമ്പോ നീ എന്ത് ബഹളം ഉണ്ടാക്കൂടെ? വല്ലാതെ സംസാരിക്കാൻ നിൽക്കല്ലേ. ആ വില്ലിൽ എന്താ എഴുതി വച്ചിരിക്കുന്നെന്നുള്ളത് നിനക്ക് അറിയാൻ പറ്റുമോ ഇല്ലയോ അതറിഞ്ഞാ മതി. ആ വില്ലിലുള്ളത് എന്താണെന്ന് നിന്റെ അച്ഛനും അറിയില്ല. അതറിഞ്ഞിരുന്നെങ്കിൽ അയാൾ തന്നെ അതെന്നോട് പറഞ്ഞേനെ. ആ ലോയർ നമ്മളോട് എന്തോ മറച്ചു വെക്കുന്നുണ്ട്. ഹീസ് പ്രൊട്ടക്ടിങ് സംതിങ്. ഭാർഗവ്, നീ ഇതുവരെ എന്നൊരു നല്ലൊരു ലൈഫ് പാർട്ട്ണറായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോ പാർട്ട്ണർ ഇൻ ക്രൈം ആകണമെന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, പക്ഷെ നിനക്കറിയാലോ, ഐ നീഡ് എ ഫെയർ ഡീൽ. ഞാൻ പറഞ്ഞതല്ലേ, 50-50. ഓക്കെ? എന്താ നിനക്ക് ഷെയർ വേണോ? ഞാൻ തരാം, നീ കാത്തിരുന്നു. വേഗം വാ. യെസ് മാം. സീതമ്മ, ബോഡി ഗാർഡ്സിനെ പോലെ ഉണ്ടല്ലോ. ഇവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഇതൊക്കെ ആ റാമിന്റെ പണിയാ, അവൻ അയച്ചതാവും. സീതമ്മ, എന്റെ ഫ്രണ്ടിന്റെ കോളാ. ഹലോ സീത, ഹായ്. പ്ലീസ്, വഴക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ പറയുന്നൊന്ന് കേക്ക്. നിന്റെ വീടിന് മുമ്പിലെ ബോഡി ഗാർഡ്സിനെ കണ്ടില്ലേ? അവരെ ഞാൻ അയച്ചത്. അല്ല സീത, പ്ലീസ്, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്. സിഹിക്ക് സമ്മർ ഹോളിഡേസ് ആണ്. നീ ഓഫീസിലേക്ക് വരും, മുത്തശ്ശനും മുത്തശ്ശനും വീട്ടിലായിരിക്കും. കുട്ടികളാകുമ്പോൾ ഓടി കളിക്കാൻ വേണ്ടി പുറത്തേക്ക് വരും. സിഹിയുടെ കാര്യം ശ്രദ്ധിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. ആൻഡ് മോർ ഓവർ, സിഹി ആർപിയെ കണ്ട് ഒരുപാട് പേടിച്ചിട്ടുണ്ട്. ആ ഇഡിയറ്റ് ആർപി എന്ത് ചെയ്യുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. ഇതൊന്ന് പറയാനായിട്ട് നിന്നെ എന്നെ വിളിച്ചത്. സത്യം പറഞ്ഞ നിന്നെ ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നു സീത. ഐ ലവ് യു ലോട്ട് ആൻഡ് ദാറ്റ്സ് ദ ട്രൂത്ത്. ഇതെല്ലാം മുത്തശ്ശൻ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് നടക്കുന്നുള്ള കാര്യം എനിക്കറിയാം. ആ ആർപിയെ ഇത്രയും നാളും ഞാൻ സീരിയസ് ആക്കി എടുത്തിട്ടേ ഇല്ല സീത. ബട്ട് നോട്ട് എനി മോർ. ഫോർ ടൈം ബീങ് അത്രയുള്ള ഈ ബോഡി ഗാർഡ്സ് ഒക്കെ, അതിനുവേണ്ടി ഈ അറേഞ്ച്മെന്റ്സ്. നിങ്ങളെ രണ്ടുപേരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കാണ്. ഞാൻ സമാധാനത്തോടെ ഉറങ്ങണമെങ്കിൽ നിങ്ങൾ അവിടെ സമാധാനത്തോടെ ഇരിക്കണം സീത. ഇനി ഒരുപാട് സമയമെടുക്കില്ല. ഗുഡ് നൈറ്റ്. അല്ല റാം, എനിക്കൊന്ന് സംസാരിക്കാനുള്ള സമയം പോലും തന്നില്ല. ഇതെന്തൊരു ഭരണമായത്? എന്ത് ഭരണിയോ? അതിപ്പോ പറഞ്ഞത് എന്തിനാ സീതമ്മ? ഭരണിയല്ല മോളെ, ഭരണം. നമുക്കെന്താ വേണ്ടതെന്ന് മറ്റൊരാള് ഡിസൈഡ് ചെയ്യില്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ. സോറി മാഡം, ഇത് ഭരണമല്ല, കെയറിംഗ് ആണ്. റാം സാർ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞിരുന്നു. ഓ, ഞാൻ പറയുന്നത് എന്താവും, അതിന് നിങ്ങൾ എങ്ങനെ മറുപടി പറയണം എന്നൊക്കെ ട്രെയിൻ ചെയ്തിട്ടാണോ വിട്ടത്? യെസ് മാം, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു മാഡം. ഗുഡ് നൈറ്റ് മാഡം. എന്റെ ഫ്രണ്ട് സൂപ്പറാ. നിങ്ങൾ എവിടെ ഉള്ളപ്പോൾ മാഡങ്ങൾ ഇങ്ങോട്ട് വരില്ലല്ലോ. നോ വേ മാഡം. മാം, ഞാനോ? യെസ് മാം. സീതമ്മ, ഞാൻ മാമെന്ന്. യേ. എടാ, എന്താ ഇവിടെ നിൽക്കുന്നേ? നീ അകത്തേക്ക് വാടാ. എടാ സൂര്യടാ, ഞാൻ സീതയോട് സംസാരിക്കുകയായിരുന്നു. നിന്നോട് എനിക്ക് സീരിയസ് ആയ ഒരു കാര്യം പറയാനുണ്ട്. സിഹി ആർപിയെ കണ്ട് വല്ലാതെ പേടിച്ചിട്ടുണ്ട്. പക്ഷെ ആ പേടി ഇത്രയും നാൾ ഞാൻ സീരിയസ് ആക്കി എടുത്തിട്ടേ ഇല്ല. പക്ഷെ ഇനി നമ്മൾ ശരിക്കും അലർട്ടായി പറ്റൂ.
അവന്റെ നിഴല് പോലും അവരുടെ മേത്ത് പതിയരുത്. എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? നോ അശോക. ഓക്കെ ലിസൺ, അഞ്ജലിയുടെ ഫോണിൽ സിഹി ആർപിയുടെ ഫോട്ടോ കണ്ടുവന്ന്. ബട്ട് എങ്ങനെ? ഹൗ ഇസ് ദാറ്റ് ഈവൻ പോസിബിൾ? വാട്ട്? ആ നമ്മുടെ പപ്പാജിയുടെ ഫോണിലോ? യെസ് മാൻ. പക്ഷെ അവളത് പറഞ്ഞപ്പോൾ മുതൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, എങ്ങനെ? ഓക്കെ ഫൈൻ, മറ്റെന്തെങ്കിലും ഫോട്ടോ കണ്ടപ്പോൾ അവൾക്ക് അത് RP ആയിട്ട് തോന്നിയതാണെങ്കിലോ? എന്നാലും ഇതത്ര ഈസിയായി നെഗ്ലക്ട് ചെയ്യാൻ പാടില്ലല്ലോ. ഒരു കാര്യം ഉറപ്പാടാ, അവര് നമ്മുടെ കൂട്ടത്തിലുള്ള ആരെയും തൊടാൻ പറ്റില്ല, ഞാനതിന് സമ്മതിക്കുകയില്ല. ബട്ട് എന്നാലും അതും ആലോചിച്ച് നിൽക്കണ്ട. അഞ്ജനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചോളാം. എങ്കിൽ ആദ്യം നീ അത് ചെയ് പ്ലീസ്. എന്താ രാംസാർ നിങ്ങൾ വല്ലാത്ത പോലെ? എന്തു പറ്റി? ഡോക്ടർ, എന്റെ വിഷമമൊക്കെ ഞാൻ ആരോടാ പറയണ്ടേ? നോക്ക്, നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കാര്യം എന്താന്ന് വെച്ചാ എനിക്കൊരു ത്രെട്ടുണ്ട്. എന്ത് ത്രെഡ്? അതെ ഡോക്ടർ, ഡോക്ടർ എന്നെ വിശ്വസിക്കുമല്ലോ അല്ലേ? എന്നെ ജീവിതത്തിൽ ഒരുപാട് പേര് പറ്റിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിച്ചിരുന്ന ഒരാള് അവരെന്നെ പിറകിന്ന് കുത്തുന്നേ. അയാള് കാരണമാ എന്റെ ജീവിതം വരെ അപകടത്തിലായത് ഡോക്ടർ. അയ്യോ ഭഗവാനെ, എന്താ സംഭവിച്ചത്? ഡോക്ടർ ഇങ്ങോട്ട് നേരിട്ട് വന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറയായിരുന്നു. ആക്ച്വലി ഞാൻ നിങ്ങളുടെ ക്ലിനിക്കിലേക്ക് നിങ്ങളെ കാണാനും സംസാരിക്കാനും വന്നിരുന്നു. പക്ഷേ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. പ്ലീസ് ഡോക്ടർ, ഒന്ന് വരുവോ? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുവോ? ഇപ്പൊ ഞാൻ എങ്ങനെ വരാനാ? നമുക്ക് നേരം വെളുത്തിട്ട് കാണാം. നേരം വെളുക്കുന്നവരെ ഞാൻ ജീവനോടെ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല ഡോക്ടർ. ഞാൻ എന്താ വീണ്ടും വീണ്ടും ശല്യം ചെയ്യുവാണെന്നൊന്നും തോന്നരുത് ഡോക്ടർ. നിങ്ങൾ എന്നെ വെറും ഒരു പേഷ്യൻ്റായിട്ടല്ല കണ്ടത്. എന്റെ വിഷമങ്ങൾ കേട്ടില്ലേ, എന്നെ സമാധാനിപ്പിക്കുക കൂടി ചെയ്തില്ലേ. അതുപോലെ ഞാനുമായിട്ട് ഒരുപാട് അടുത്തില്ലേ ഡോക്ടർ. എന്നെപ്പോലെ ഒരു അനാഥന് മറ്റാരും ഉണ്ടാവില്ല ഡോക്ടർ. എന്റെ വിഷമങ്ങളൊക്കെ ഡോക്ടറോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സിനൊരു സമാധാനം കിട്ടും. ഡോക്ടർ, നിങ്ങളെ കൂടാതെ എനിക്ക് മറ്റാരുമില്ല. പ്ലീസ് വരുവോ? ഒന്ന് വേഗം വാ പ്ലീസ്. ശരി, ഞാൻ വരാം. നിങ്ങൾ എവിടെ ഇരിക്കാം. ഓക്കെ ഡോക്ടർ. ഡോക്ടർ അഞ്ജലി. എന്നാലും ഭാർഗവി മേമ ചെയ്ത് ശരിയായില്ലടാ. എന്താടാ? അത് സിഹിയുടെ കാര്യം സൂര്യയോട് പറയരുതെന്ന് സീതയോട് കണ്ടീഷൻ വെച്ചത് ഇറ്റ്സ് എ റോങ് രാമ. കമോൺ മാൻ, ഇതൊക്കെ എന്തിനാ ചെയ്തതെന്ന് നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ? മുത്തച്ഛന്റെ ഹെൽത്ത് കണ്ടീഷൻ എക്സ്ട്രീംലി സെൻസിറ്റീവ് ആണ്. അതിനുവേണ്ടിയല്ലേ മേമ ഇങ്ങനെയൊക്കെ ചെയ്തത്. എടാ ദയവ് ചെയ്ത് മേമ നീ തെറ്റിദ്ധരിക്കല്ലേ. ശരിയടാ, സൂര്യയുടെ കണ്ടീഷൻ ശരിയല്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇത് ചെറിയ കാര്യമല്ല രാമ, പിന്നീട് വലിയ പ്രശ്നമാവും. എല്ലാം അറിഞ്ഞിട്ടും മേമ ഇങ്ങനെ കാണിച്ചത് എന്തിനാ? സിഹിയുടെ കാര്യം മുത്തച്ഛനോട് പറഞ്ഞില്ലെങ്കിൽ ഈ കാര്യം അവർ നിന്നോട് നേരത്തെ പറയേണ്ടതല്ലേ? എടാ ഇതിൽ മേമയുടെ തെറ്റെന്താ? എടാ അത് എന്റെ ഉത്തരവാദിത്വമല്ലേ? ഞാൻ സ്നേഹിക്കുന്ന ആളെപ്പറ്റി ഞാൻ തന്നെ മുത്തച്ഛനോട് ക്ലിയർ ആയിട്ട് പറയണമായിരുന്നു. മുത്തച്ഛന് സിഹി അറിയാം, ഇനി പറയാനും മാത്രം ഒന്നുമില്ലാന്ന് ഞാൻ വിചാരിച്ചത്. അത് പറയാൻ വേണ്ടി പോയപ്പോഴൊക്കെ എന്തെങ്കിലും പ്രോബ്ലം എനിക്ക് ഉണ്ടാവുകയും ചെയ്തു. ആൻഡ് സിഹി എന്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, മുത്തച്ഛന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന് ഞാൻ വിചാരിച്ചത് മോനെ. എല്ലാം എന്റെ മിസ്റ്റേക്ക് കൊണ്ട് ഉണ്ടായതാ. കാര്യങ്ങൾ ഞാൻ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരുന്നു. ഇറ്റ് ഈസ് മൈ മിസ്റ്റേക്ക്, എന്റെ ഉത്തരവാദിത്വമാണ്. മേമ എന്ത് തെറ്റാ ചെയ്തത്? എടാ നീ ഇങ്ങനെ ആലോചിക്കുക, കാരണം നീ അവരുടെ കൊച്ചുമോനാ. അവരുടെ സ്വഭാവശുദ്ധിയെ നിനക്കുണ്ടാവൂ. ശരി, ഇപ്പൊ നിനക്ക് എന്താ തോന്നുന്നേ? സൂര്യ സമ്മതിക്കില്ലാന്ന് തോന്നുന്നുണ്ടോ? അതെന്താണ് അങ്ങനെ ചോദിച്ചേ? എന്തായാലും സമ്മതിക്കും. എടാ മുത്തച്ഛൻ ആ സമയത്ത് വളരെ വളരെ സെൻസിറ്റീവ് ആയിരുന്നു. അതുള്ള കാര്യമല്ലേ? നീ വെറുതെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടി കൺഫ്യൂസ് ആകാൻ നിൽക്കല്ലേ. മേമ തെറ്റൊന്നും ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയാം. സിഹിയെ കുറിച്ച് പറഞ്ഞ മുത്തച്ഛൻ സീതയെ റിജക്ട് ചെയ്യുന്നുള്ള പേടി കൊണ്ടാ മേമ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇറ്റ് ഈസ് സോ ക്ലിയർ. ശരിടാ, നിനക്കുള്ള ക്ലാരിറ്റി എനിക്കില്ല. നീ കരുതിയതൊക്കെ സത്യമാകട്ടെ. പ്രിയ, അവനെന്താ വീട്ടിലേക്ക് എത്തിയിട്ടും പുറത്തുനിന്ന് സംസാരിക്കുന്നേ? ഇങ്ങോട്ട് കയറി വന്ന് സംസാരിക്കാൻ അറിയില്ലേ? ആരോടാ സംസാരിച്ചോണ്ടിരിക്കുന്നേ? അത് അവന്റെ ഫ്രണ്ട് റാം. അല്ല, രാവിലെ തൊട്ട് നീ അവന് വേണ്ടി കാത്തിരിക്കയല്ലേ? വന്ന് നിന്റെ അടുത്ത് ഇരിക്കുന്നതിന് പകരം വീട്ടിലെത്തിയാലും ഫ്രണ്ടിനോട് സംസാരിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായ പോലെയാ.
രാമ വന്നെന്നറിഞ്ഞെങ്കിൽ ഞാനും എപ്പോഴേ പുറത്തു പോയി സംസാരിച്ചേനെ. അല്ലാതെ ഇവിടെ ഇരിക്കോ? ഞാനേ പുറത്തു പോയി സംസാരിച്ചിട്ട് വരാം. ഏയ് പ്രിയ, നിന്നോടാണല്ലോ പറഞ്ഞ, എന്നെ പറഞ്ഞാ മതി. മുത്തശ്ശൻ സീതയും സിഹിയെ എന്തായാലും അക്സെപ്റ്റ് ചെയ്യും. ആ ഗ്യാരണ്ടി എനിക്കുണ്ട്. യു ചിൽ, ഓക്കെ? എടാ എനിക്ക് ലേറ്റ് ആടാ, ഞാൻ പോയിട്ട് വരാം കേട്ടോ. ഏയ് വാടാ, അകത്ത് വാടാ. നെക്സ്റ്റ് ടൈം പ്രിയ അന്വേഷിച്ചു എന്ന് പറയട്ടോ. ഓക്കെ, ബൈ, ടേക്ക് കെയർ. കാര്യങ്ങളൊന്നും നീ വിചാരിക്കുന്ന പോലെ അല്ല എന്നാ എനിക്ക് തോന്നുന്നത്. മേമ മനഃപൂർവ്വമാണ് ഇതൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് പക്ഷെ ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. റാം ഇതൊക്കെ മനസ്സിലാക്കുമെന്നാണോ? റാമിന്റെ മനസ്സിൽ മേമ അവന്റെ ദൈവമാണ്. ഒരാളടുത്തുള്ള വിശ്വാസം ചേഞ്ച് ചെയ്യാൻ വളരെ കഷ്ടമാണ്. കൃത്യമായ സാക്ഷികളോ തെളിവുകളോ ഇല്ലെങ്കിൽ കാര്യമില്ല. അതും സത്യം. അഞ്ജു, ഈ സമയത്ത് നീ എവിടെ പോവാ? അവിടെ ക്ലിനിക്കിൽ എന്തോ എമർജൻസി കേസ് വന്നിട്ടുണ്ട്. എനിക്ക് പോയേ പറ്റൂ. ആണോ? എന്നാ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. അയ്യോ അത് വേണ്ട, ഏട്ടനിപ്പോ ഇങ്ങനെ എത്തിയതല്ലേ ഉള്ളൂ. ഞാൻ എന്തായാലും ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ പൊക്കോളാം. ശരി, ശ്രദ്ധിക്കേ. ശ്രദ്ധിച്ചു പോയിട്ട് വാ. ശരി ചേച്ചി, ബൈ. അമ്മോ, ഈ ഡോക്ടർമാരെയൊക്കെ സമ്മതിക്കണം. അവരുടെയൊക്കെ ഒരു കഷ്ടപ്പാടേ. അവിടുന്ന് ഒരു വിളി വരുമ്പോഴേക്കും അങ്ങ് ചെല്ലണമെന്ന് പറഞ്ഞാ എനിക്കൊക്കെ വട്ടായി പോയേനെ. നീ ഡോക്ടറല്ല, പക്ഷെ ഡോക്ടറിനെക്കാട്ടിലും കൂടിയ പൊസിഷനില്ല. അതെന്താ? ഡോക്ടറുടെ നാത്തൂൻ. എന്നാലും ആ പേഷ്യന്റിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. പ്രിയ, സിഹി പപ്പാജിയുടെ ഫോണില് ആർപിയുടെ ഫോട്ടോ കണ്ടത്രേ. ആ ലയറുടെയോ? ഇതിനെക്കുറിച്ച് ചോദിക്കാനാണ് നിന്നത്. അവൾ അവളുടെ എമർജൻസി ഡ്യൂട്ടി കഴിഞ്ഞ് വരട്ടെ, അപ്പൊ ചോദിക്കാം. പക്ഷെ അവൻ ഇവളെ എങ്ങനെ പരിചയം ഉണ്ടാവാനാ? ഐ ഡോണ്ട് നോ. രാംസ, എന്തു പറ്റി? ഡോക്ടർ, നിങ്ങൾ വന്നല്ലേ? വരൂ വരൂ, ഇരിക്കൂ. കുഴപ്പമില്ല. അത് ഡോക്ടർ ഇപ്പം വന്നില്ലേ? എനിക്കിപ്പോൾ ഒരു ധൈര്യം കിട്ടിയ പോലെ തോന്നുന്നുണ്ട് ഡോക്ടർ. ആക്ച്വലി ഞാൻ നിങ്ങളെ വിളിപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, ഞാനൊരു പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ആ കുട്ടി മറ്റൊരുത്തനെ പ്രേമിച്ചിട്ട് എന്നെ കൈവിട്ടു. ഇപ്പോ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള് എന്റെ പേരിൽ ഇല്ലാത്ത കേസ് കൊടുത്ത് എന്നെ ജയിലിലേക്ക് അയക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സത്യം പറയുവാണെങ്കിൽ ഇപ്പൊ എനിക്ക് ആ പെണ്ണിനോട് ഒരു ഫീലിംഗും ഇല്ല. കഴിഞ്ഞതെല്ലാം മറന്ന് അവള് നന്നായ മാത്രം മതിയെന്ന് കരുതിയിരിക്കുക. പക്ഷെ അവനിപ്പോഴും എന്നോടുള്ള പക വീട്ടിക്കൊണ്ടിരിക്കുക. എന്തിനാ അവളെ കല്യാണം കഴിക്കുന്ന വിട്ട് എന്റെ പുറകെ നടക്കുന്ന എന്തിനാ? പറ. നിങ്ങൾ പേടിക്കരുത് രാം സർ, അവരൊന്നും ചെയ്യില്ല. ചെയ്തല്ലോ. ഇന്നെന്റെ അവസ്ഥയ്ക്ക് അവനാ കാരണം ഡോക്ടർ. എന്റെ ദേഹത്ത് പറ്റിയ മുറിവ് ഇത്രയേ ഉള്ളൂ. പക്ഷെ എന്റെ മനസ്സിനേറ്റ മുറിവ് ഇതിന്റെയൊക്കെ മുകളിലാ, എല്ലാത്തിന്റെ മുകളിലാ. സീത, അഥവാ മുത്തശ്ശനത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഐ മീൻ സിഹിയെക്കുറിച്ചെല്ലാം അറിഞ്ഞ ശേഷം മുത്തശ്ശൻ സമ്മതിച്ചില്ല എങ്കിൽ, ഈ സ്നേഹം, ഈ വിശ്വാസം, നമ്മുടെ റിലേഷൻഷിപ്പ് ഇതൊന്നും ഇനി ഉണ്ടാവില്ല അല്ലേ? റാം, എനിക്കിതൊന്നും ശരിയാവില്ല. സത്യം മറച്ചു വെക്കുന്നത് തെറ്റാ. മുത്തശ്ശൻ മനസ്സറിഞ്ഞ് സമ്മതിച്ചില്ലെങ്കിൽ പിന്നെ ഈ ബന്ധത്തിന് എന്തർത്ഥമുള്ളത്? നമ്മുടെ വീട്ടുകാരെ വേദനിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. ബട്ട് എന്റെ മനസ്സിൽ നിന്നോട് തോന്നിയ സ്നേഹം, സിഹിയോട് തോന്നിയ വാത്സല്യം,
ഇതൊന്നും ഒരിക്കലും ഇല്ലാതാവില്ല സീത. എനിക്കറിയാം മുത്തശ്ശനോടെല്ലാം പറഞ്ഞ ശേഷമേ നമുക്കിടയിൽ ഒരു സംസാരം പോലും ഉണ്ടാവുമെന്ന്. പക്ഷെ അത്രയും നാളെ ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും സീത. നീ ഇല്ലെങ്കിൽ എന്റെ ലൈഫ് വളരെ ശൂന്യമായിട്ട് തോന്നും റാം. സിഹി എനിക്ക് എത്ര ഇമ്പോർട്ടന്റ് ആണോ അത്ര ഇമ്പോർട്ടന്റ് ആണ് നീയും എനിക്ക്. എത്രയും പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് ശരിയായാൽ മതിയായിരുന്നു. മുത്തശ്ശനോട് എല്ലാ സത്യവും പറയാൻ പറ്റട്ടെ. മുത്തശ്ശന്റെ ആശീർവാദം നമുക്ക് വേണം. നിന്നോട് ഗുഡ് നൈറ്റ് പറയാതെ എനിക്ക് എങ്ങനെ ഉറങ്ങാനാവും സീത? ഐ റിയലി മിസ് യു സീത. ഏതു ജന്മ സ്വപ്നമായി കാത്തു കാത്തു നിന്നു നീ അരികെ വന്നു ചേരുവാൻ Good night, Sita. ഗുഡ് നൈറ്റ് റാം. സ്വീറ്റ് ഡ്രീംസ്. ഏതു സ്നേഹമന്ത്രമാകും പാട്ടുമൂളി വന്നു നീ ഒഴുകി മെല്ലെ അലിയുവാനെൻ പ്രാണനിൽ. ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തിയ ഞാൻ ആരോട് ഇതൊക്കെ ഒന്ന് പറയാ? എനിക്ക് വേറെ ആരുമില്ല. ഉള്ളത് നിങ്ങൾ മാത്രമാണ് ഡോക്ടർ. എനിക്ക് നിങ്ങളൊരു ഡോക്ടർ മാത്രമല്ല, എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്. എനിക്ക് നിങ്ങളെ വിശ്വാസമാണ്. നിങ്ങളെ കൂടാതെ വേറെ ആരും എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ടാ ഒരു മടിയും കൂടാതെ ഞാൻ നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കുന്നത്. പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യോ? നിങ്ങൾ കാര്യം പറയൂ റാം സർ. ഡോക്ടർ, ഒരു 4-5 ദിവസത്തേക്ക് എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഒരുക്കി തരുമോ? പ്ലീസ്. ആക്ച്വലി ഞാനിപ്പോൾ താമസിക്കുന്നത് വേറൊരാളുടെ വീട്ടിലാണ്. അവരും ഇനി എത്ര ദിവസം എന്ന് വെച്ച് എന്നെ സഹിക്കുക അല്ലേ? വാടകയ്ക്കൊരു വീടെടുക്കാനോ അല്ലെങ്കിൽ ഹോട്ടലിൽ ഒരു റൂം എടുക്കാൻ പോലും എൻ്റെ കയ്യിൽ കാശില്ല ഡോക്ടറെ. എനിക്കെല്ലാം ഭേദമാകുന്നവരെ എൻ്റെ കയ്യിൽ 5 പൈസ ഉണ്ടാവില്ല. പ്ലീസ്, ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം തരുമോ? ആ, നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ബേസ്മെന്റിലാണെങ്കിലും കുഴപ്പമില്ല. പ്ലീസ് ഡോക്ടർ. ബേസ്മെന്റിൽ നിൽക്കുന്നോ? അല്ല, നിങ്ങളെങ്ങനെ ഞാൻ ബേസ്മെന്റിൽ കിടക്കാൻ സമ്മതിക്കോ? നമുക്കൊരു കാര്യം ചെയ്യാം. പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ നിങ്ങളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തോളാം. പ്രശ്നമാകുമെന്നൊന്നും അറിയില്ല. ട്രീറ്റ്മെന്റ് കഴിയുന്നത് വരെ എന്റെ പേഷ്യൻ്റായിട്ട് അവിടെ നിൽക്കാം. അയ്യോ ഡോക്ടർ, ആ ചികിത്സയ്ക്കൊക്കെ ഉള്ള പൈസ കൊടുക്കണ്ടേ? എൻ്റെ കയ്യിൽ അതിനുള്ള കാശൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലിനിക്കിൽ എന്തായാലും മതി. ഒരു ജോലി ശരിയാക്കി തരുമോ? ജോലി ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിൽക്കാമല്ലോ. പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കുമോ? പ്ലീസ് രാം സർ, ഇങ്ങനൊന്നും സംസാരിക്കല്ലേ. ട്രീറ്റ്മെന്റിന്റെ ചെലവ് ഞാൻ നോക്കിക്കോളാം. ഞാൻ ഫ്രണ്ടാണെന്ന് പറഞ്ഞു, എന്നെ കൂടാതെ വേറെ ആരും ഇല്ലാന്ന് പറഞ്ഞു. ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? പേടിക്കണ്ട. അയ്യോ ഡോക്ടർ, നിങ്ങൾ എന്റെ കൺകണ്ട ദൈവം. ഡോക്ടർ, ഒരു ചെറിയ റിക്വസ്റ്റോടെ നോക്ക്, ഈ കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട. ആ ദുഷ്ടന്റെ കണ്ണിപ്പെടാതെ എങ്ങനെയും ജീവിച്ചോളാം. അവൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ എന്നെ അന്വേഷിച്ച് ഇവിടെ വരും. പ്ലീസ് ഡോക്ടർ. ഇല്ല, ആരോടും പറയില്ല. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സോ മച്ച്. ഡോക്ടർ, എനിക്കൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. റിക്വസ്റ്റ് അല്ല ഇത്, ആക്ച്വലി ഞാനൊരു സെൽഫി എടുത്തോട്ടെ? സെൽഫിയോ? അതെ ഡോക്ടർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റേതെന്ന് പറയാൻ ആരുമില്ല. എൻ്റെ മൊബൈലിൽ ഒരു ഫോട്ടോ പോലും ഇല്ല. ഒറ്റയ്ക്കായി പോകുമ്പോൾ വല്ലാതൊരു പേടി തോന്നുന്നു ഡോക്ടർ. സെൽഫി എടുത്തിട്ട് ആ ഫോട്ടോ നോക്കിയിരുന്ന നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്നൊരു ധൈര്യം ഉണ്ടാവും. അതിനു വേണ്ടിയാ. പ്ലീസ്. ശരി, വരൂ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.
ഇവിടെ ഹീറോ ഞാനാ. ഞാൻ വരുന്ന മാത്രമേ നിങ്ങൾക്ക് റോളുള്ളൂ. വന്നു കഴിഞ്ഞാ പിന്നെ റോള് മുഴുവൻ എനിക്കാ. ഹീറോ ഉണ്ടെങ്കിൽ ഒരു വില്ലൻ കൂടെ വേണ്ടേ? നീ എന്താ ഷോക്കായോ? നീ ഹീറോ, നീ വില്ലൻ, ഞാനാ ഡയറക്ടർ. വംശിക, നീ ഹീറോയിൻ ആവുന്നോ? ഓക്കെ. ശ്രേയസ്, ഞാൻ ഹീറോയിൻ ആയിക്കോളാം. നീ ഹീറോയിൻ ആവണ്ട. സിഹി, നീ ഡയലോഗ് എന്താന്ന് വെച്ചാ പറഞ്ഞതാ, ഞാൻ പറഞ്ഞോളാം. ഡയലോഗ് അറിയില്ലെങ്കിൽ എങ്ങനെ പിന്നെ ഹീറോയിൻ ആവാ? പറഞ്ഞുതരാം, നിക്ക്. വേനലവധിയായ പിന്നെ കുട്ടികൾ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നത് കാണാൻ തന്നെ രസമല്ലേ? ചേച്ചിയെ, ഇപ്പൊ രസാ. കുറച്ചു കഴിഞ്ഞ് കളി കാര്യമാവുമ്പോ ഒതുക്കി നിർത്താനാ പാട്. അയ്യോ, 4 കുട്ടികളുണ്ടായ അങ്ങനെയല്ലേ? അതൊക്കെ അവര് തന്നെ അങ്ങ് ശരിയാക്കിക്കൊള്ളൂന്നേ. വന്നേ പിള്ളേരൊക്കെ വേഗം വന്ന് ജ്യൂസ് കുടിച്ചേ. ഈ ഷൂട്ടിങ്ങിന്റെ പ്രൊഡക്ഷൻ നോക്കുന്നത് ഞാനല്ലേ. നിങ്ങൾക്ക് ജ്യൂസ് വേണോ? നോ മാഡം. സിഹി, നീ ഇവരുടെ മാഡം ആണോ? പിന്നല്ലാതെ. സിഹി, സീത, കമ്പനി ഓണറിനെ അല്ലേ കല്യാണം കഴിക്കാൻ പോകുന്ന, എന്നിട്ട് ഇപ്പോഴും ജോലിക്ക് പോവാ?